A small mind is obstinate and a great man can lead and be led. ഞാൻ ബീന. ഞാൻ ഇന്ന് മനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സ് നമ്മുടെ അടിമയായാൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ളത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം പുറം ലോകവുമായിട്ടല്ല, നമ്മുടെ മനസ്സുമായിട്ടാണ്. രാവിലെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, പുതിയ പാഠങ്ങൾ പഠിക്കാനൊന്നും തോന്നുന്നില്ല, ദുശീലങ്ങളൊന്നും മാറ്റാൻ തോന്നുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ ദുർബലനാണ്, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഈ ചിന്ത യാഥാർത്ഥ്യമായി മാറും. ഇത് മനസ്സിൻ്റെ ഒരു തന്ത്രമാണ്. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, മനസ്സാണ് എല്ലാം എന്ന്. അത് ആര് തൻ്റെ മനസ്സിനെ കീഴടക്കുന്നുവോ അവൻ ഈ ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ 95% തീരുമാനങ്ങളും നമ്മുടെ ഉപബോധ മനസ്സാണ്, അവിടെ നിന്നാണ് വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ ലോകത്തിലെ ഒരു ലക്ഷ്യവും ഒരു ബന്ധവും ഒരു വിജയവും നമുക്ക് സംതൃപ്തി നൽകില്ല. കാരണം അവയ്ക്കെല്ലാം ആദ്യം വേണ്ടത് മനസ്സിൻ്റെ സ്ഥിരതയാണ്. നിങ്ങൾ മനസ്സിൻ്റെ യജമാനനാണോ അതോ മനസ്സാണോ നിങ്ങളെ ഭരിക്കുന്നത്? അങ്ങനെ മനസ്സിനെ കീഴടക്കുകയാണെങ്കിൽ കീഴടക്കുന്നത് ഒരു ദിവസത്തെ ജോലിയല്ല, അതൊരു പരിശീലനമാണ്. ഇത് ഒരു യാത്രയാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴി പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ ന്യൂറോണുകളെ പുതിയ വഴികൾ കണ്ടെത്താനായിട്ട് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് പുതിയ രീതികൾ കണ്ടെത്താനായിട്ട് നോക്കും. എനിക്ക് എന്നിൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് അതിൻ്റെ ആ ദിശയിലായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ അടുത്തതായി ഏതെങ്കിലും ഒരു കാര്യം, ഒരു ജോലി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഇത് എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറയരുത്. ഇതൊരു വെല്ലുവിളിയാണ്, ഇതെനിക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്, ഞാനത് പഠിക്കാനുള്ള അവസരമായി കണക്കാക്കുന്നു എന്ന് പറയുക. കൂടാതെ നിങ്ങളെ ഒരു തെറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന ഒരാളാണ്, തെറ്റ് എൻ്റെ വ്യക്തിത്വമല്ല എന്നത് സ്വയം അംഗീകരിക്കുകയും നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഭാരം കുറയുന്നത്. പിന്നീട് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ പഠിക്കുന്നത് വരെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുകയില്ല. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള സത്യം കാണുക, അതുപോലെ മനസ്സിലാക്കുക, അതിനെ നല്ല ദിശയിലേക്ക് തിരിച്ചുവിടുക. നിങ്ങൾക്ക് ഒരു ബലഹീനത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളോട് തന്നെ പറയുക, അതെ ഇതെൻ്റെ ഒരു കുറവാണ്, പക്ഷേ എനിക്കിത് മെച്ചപ്പെടുത്തണം. ഈ ചിന്ത എല്ലാ ദിവസവും നിങ്ങളെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും. ഗോൾ സെറ്റിംഗ് ആണ് അടുത്തത്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിശാബോധം ഇല്ലാത്തപ്പോൾ തുറന്ന മൈതാനത്ത് വെറുതെ ഓടുന്ന ഒരു കുതിരയെ പോലെയാകും നമ്മുടെ മനസ്സ്. അതിനാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അടുത്ത വഴി ലക്ഷ്യനിർണയമാണ്. അതിന് യാഥാർത്ഥ്യവും പ്രചോദനാത്മകവുമായ ലക്ഷ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തീരുമാനിച്ച ഒരു വ്യക്തിക്ക് മനസ്സ് അച്ചടക്കമുള്ളതായിരിക്കും. റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് തലച്ചോറിലെ ഒരു പ്രധാന സിസ്റ്റമാണത്. അതെന്ന് പറയുന്നത് തലച്ചോറിൽ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നതാണ് ഈ സിസ്റ്റം. ഉദാഹരണത്തിനായിട്ട് നമ്മൾ ഒരു കാര്യം പറയാം, എനിക്കൊരു എഴുത്തുകാരനാകണമെന്നതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതൊരു മാന്ത്രികതയല്ല, ഇത് മനസ്സും ലക്ഷ്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ടൈം മാനേജ്മെന്റ് ആണ് ഇനി മൂന്നാമത്തേതായിട്ട് പറയുന്നത്. നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സമയത്തെക്കുറിച്ച് ഒരു പദ്ധതിയും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ്. വാസ്തവത്തിൽ സമയമല്ല പ്രശ്നം, സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്, അവയെ എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് പ്രശ്നം. സമയം നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥമാകും, അതുപോലെ ഉത്കണ്ഠാകുലവും ക്ഷീണിതവുമാകും. ഒരാൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുൻഗണന നിശ്ചയിക്കാനുള്ള കല അറിയില്ല എന്നതാണ്. ഒരു വ്യക്തി തൻ്റെ ജോലികൾക്ക് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആ ശക്തിയും ആത്മനിയന്ത്രണവും ഒക്കെ 35% വർദ്ധിക്കുന്നു. ശരീരത്തിന് വ്യായാമം ആവശ്യമായതുപോലെ തന്നെ മനസ്സിന് ആവശ്യമായുള്ള ഒരു കാര്യമാണ് ധ്യാനം. അതിനെപ്പറ്റിയാണ് ഇനി നോക്കുന്നത്. ധ്യാനം മനസ്സിൻ്റെ ശുചിത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. ഗൗതമ ബുദ്ധൻ ധ്യാനത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് പറയുന്നത്. ശരിക്കും മനുഷ്യൻ്റെ ഭയം എന്ന് പറയുന്ന, മനുഷ്യൻ്റെ ദുഃഖം ഇവയെല്ലാം പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടല്ല, മനസ്സിൻ്റെ അസ്ഥിരത കൊണ്ടാണ്. ഈ അസ്ഥിരത എന്ന ഈ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം ധ്യാനമാണ്. ധ്യാനത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാം, അല്ലെങ്കിൽ ഓം ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ മനസ്സിന് മൗനമായിട്ടിരിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ശാരീരിക വ്യായാമമാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ശരീരത്തിന് മാറ്റം വരുമ്പോൾ അത് മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ശരീരത്തെ അവഗണിക്കരുത്. സ്ഥിരമായി വ്യായാമം ചെയ്യുമ്പോൾ മാനസികമായി സ്ഥിരതയുള്ളവരും വളരെ പോസിറ്റീവായവരും അതുപോലെ ശാന്തതയുള്ളവരുമായി മാറുന്നു. മനസ്സിനെ പറ്റി പറയുമ്പോൾ 2 തരമാണ്, കോൺഷ്യസും സബ് കോൺഷ്യസും എന്ന് പറഞ്ഞാൽ ബോധ മനസ്സും ഉപബോധ മനസ്സും. കോൺഷ്യസ് മൈൻഡിൻ്റെ ലക്ഷക്കണക്കിന് ഇരട്ടി കപ്പാസിറ്റി ഉള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളിൽ കോൺഷ്യസ് മൈൻഡ് 10%, സബ് കോൺഷ്യസ് മൈൻഡ് 90% ആണുള്ളത്. ഒരു ദിവസത്തെ 95% കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡും 5% കോൺഷ്യസ് മൈൻഡുമാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു എന്ന് വെച്ചു, അതിൽ നമ്മൾ പ്രോഗ്രാംസ് ഒന്നുമില്ല ആ ഫോണിൽ, നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി പല പ്രോഗ്രാംസും ഡൗൺലോഡ് ചെയ്യും. അതുപോലെ ജനിക്കുന്ന കുട്ടിക്ക് പേരൻസ്, അതുപോലെ കുട്ടി ഇടപെടുന്ന സമൂഹം എന്നിവയിൽ നിന്നുമൊക്കെയാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ആ കുഞ്ഞിന് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. ഈ പ്രോഗ്രാം ശരിയായവയാണ് എങ്കിൽ നമ്മൾ വളരെ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകും. എന്നാൽ ശരിയായവ അല്ല എങ്കിൽ നമുക്ക് പല കഴിവുണ്ടെങ്കിൽ പോലും അവയൊന്നും കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കാതെ ആയിത്തീരും. നമ്മുടെ തലച്ചോറിലെ വേവ്സ് എന്ന തീറ്റ വേവ്സ് ഉണ്ടല്ലോ, അത് നമുക്കൊരു ലൈറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ആ സമയത്തൊക്കെയാണ്. ഈ സമയത്ത് നമ്മൾ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ടൊക്കെ പറഞ്ഞാൽ ഉപബോധ മനസ്സിൽ എത്തുമെന്നതാണ് പറയുന്നത്, സ്റ്റഡി പറയുന്നത്. 1 മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്ത് എല്ലാവരും ഒരുപാട് സമയം തീറ്റ വേവ്സ് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ആ അവസ്ഥയിലാണ് നമ്മൾ സൂപ്പർ ലേണിംഗ് അവസ്ഥയിലാണ്. ആ സമയത്ത് നമുക്ക് എവിടെ എത്തിച്ചേരണം, അവിടെ എത്തിച്ചേരുന്നതിനായി പ്രോഗ്രാം ചെയ്യുന്നതിലേക്ക് നമ്മൾ ഉപബോധ മനസ്സിൽ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സെൽഫ് സജഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ സെൽഫ് സജഷനിലൂടെ ഉപബോധ മനസ്സിലേക്ക് കയറ്റിവിടും, പ്രോഗ്രാം ചെയ്യും. സെൽഫ് സജഷൻ വളരെ എഫക്റ്റീവാണ്. നിരന്തരമായി നമ്മൾ ഒരു കാര്യം പറയുന്നു എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് അത് കഴിയും, നിന്നെ കൊണ്ടേ അത് കഴിയൂ എന്നിങ്ങനെ രാവിലെ നമ്മൾ പോയി മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു. അതുപോലെ വെറുതെ ഇരിക്കുമ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് സെൽഫ് സജഷനിലൂടെ ഇങ്ങനെ പറഞ്ഞാൽ അത് ഉപബോധ മനസ്സിൽ എത്തും. വിഷ്വലൈസേഷൻ ആണ് ഇനി രണ്ടാമത്തേതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റ സ്റ്റേജിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവയ്ക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ വേണ്ടത് ഒരു ഇമോഷൻ കൂടി കൊടുക്കണം. കാരണം നമുക്കത് നേടിയെടുത്തു എന്നത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഇമോഷൻ കൊടുത്ത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് എനർജികൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുകയും അത് സംഭവിക്കാൻ കാരണമാവുകയും ചെയ്യും. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് നമ്മളൊരു ചെറിയൊരു സ്ലീപ്പിലാകുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്താൽ ഇത് ഉപബോധ മനസ്സിലേക്ക്, ഒരു ലൈറ്റ് സ്ലീപ്പിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ ഉപബോധ മനസ്സിൽ എത്തും. ഇതുപോലെ അടുത്ത 4മത്തേതായിട്ട് നമുക്ക് പറയാവുന്നത് റെപ്പറ്റീഷൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് ഈ അഫർമേഷൻസ് കൊടുക്കാം. ഐ എം ഹാപ്പി, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി എന്നിങ്ങനെയുള്ള റെപ്പറ്റീഷൻസിലൂടെ ഇവയൊക്കെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കാനായിട്ട് സാധിക്കും.
അടുത്തത് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതുക. അങ്ങനെ എഴുതിയാൽ പിന്നെ ഉപബോധ മനസ്സിലേക്ക് ഇത് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചലഞ്ചസ് ഇൻ യുവർ ബിലീഫ് സിസ്റ്റം. നമ്മുടെ പിന്നെ ഉള്ളിൽ പല ബിലീഫ് സിസ്റ്റംസും ഉണ്ട്. അത് ലിമിറ്റിംഗ് ബിലീഫ്സ് ധാരാളം ഉണ്ടാകും. എന്ന് വെച്ചാൽ പിന്നെ ചെയ്യാൻ പാടില്ലാത്തവ, സാധിക്കില്ല, ഇന്നിങ്ങനെ ഉള്ള പല കാര്യങ്ങളും നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നിങ്ങനെയൊക്കെയുള്ള ഈ ബിലീഫ് സിസ്റ്റം ഒക്കെ നമുക്ക് റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്ത് മാറ്റാം. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം അവന്റെ വക്രിച്ചിരിക്കുന്ന മനസ്സാണ്. അതിനെ നേരെയാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് അവബോധത്തിലൂടെ മാത്രമേ ലളിതമായ ഒരു മനസ്സ് സാധ്യമാവുകയുള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.